1000 കുട്ടികളുടെ അമ്മയെന്ന്, 1000-ൽ കൂടുതൽ കുട്ടികളുടെ അമ്മയെന്ന്. അപ്പൊ ഇതാണ് കാര്യം. ഇവിടെ വന്ന് 2 കുഞ്ഞുങ്ങളായ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. 13 വർഷമായിട്ട് പല സ്ഥലങ്ങളിൽ പോയ ഒരാളാണ്. 1.5 മാസത്തെ ട്രീറ്റ്മെന്റ് ആയപ്പോഴത്തേനും പ്രഗ്നന്റ് ആയി. ഭയങ്കര സന്തോഷം. കാരണം പലയിടങ്ങളിൽ പോയി, ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. ജീവിതത്തിൽ ഇതുവരെ അറിയാൻ വയ്യാത്തൊരു സന്തോഷമായിരുന്നു. ഡോക്ടറെ, അപ്പൊ ഇത്ര വലിയ സെറ്റപ്പ് ഒക്കെ ആകുമ്പോഴേ റേറ്റ് കൂടുതലായിരിക്കുമല്ലോ? ഇല്ല, ഒരിക്കലില്ല. ഒരു സാമ്പത്തിക ലാഭം നോക്കി ചെയ്യുന്ന ഒരു സ്ഥാപനമേ അല്ല ഇത്. നമസ്കാരം. നമ്മളിപ്പോ കായംകുളത്ത് കൃഷ്ണപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടെ വന്നത്. 1000-ൽ കൂടുതൽ കുട്ടികളുള്ള ഒരു അമ്മയെ കാണാൻ വന്നതാണ്. അങ്ങനെ ഒരു അമ്മയുണ്ടോ? അങ്ങനെ ഒരു അമ്മയുണ്ട്. നമുക്കൊന്ന് കാണാം. നമസ്കാരം ഡോക്ടറെ. പേരെന്തുവായിരുന്നു ഡോക്ടറെ? ഞാൻ ഡോക്ടർ പാർവതി രാജ്. അപ്പൊ എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ 1000 കുട്ടികൾ 1000-ൽ കൂടുതലാണ്, അതെങ്ങനെ വന്നതാ? ഞങ്ങൾക്ക് 15 വർഷത്തിലേറെ സ്ത്രീ പുരുഷ വന്ധ്യതയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടേഴ്സിന്റെ ടീം തന്നെയാണ് ഞങ്ങൾക്ക് ഉള്ളത്. ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ പേര് ചെന്നൈ ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കായംകുളം. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിഞ്ഞാലോ? നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കുട്ടികൾക്ക് വേണ്ടി എവിടെല്ലാം പോവും അവിടെ എല്ലാം പോവും, കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി. അവിടെ അതിന് പരിഹാരമായിട്ടൊരു സ്ഥലമാണ് ഇവിടെ. ഏത് രീതിയിലുള്ള ചികിത്സ ഇവിടെ ചെയ്യുന്നത്? കേരളത്തിൽ ഉടനീളം IVF സെന്റേഴ്സുകളും വന്ധ്യതാ ഹോസ്പിറ്റൽസും ഉണ്ട്. പക്ഷേ എങ്കിലും കേരളത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും സ്ത്രീ പുരുഷ വന്ധ്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ. അതാണ് ഞങ്ങളുടെ ചെന്നൈ ആയുർവേദ ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെ വരുന്ന കൂടുതൽ ആൾക്കാരും 85% ആൾക്കാരും പല ട്രീറ്റ്മെൻറ്റുകളും ചെയ്തതിന് ശേഷം ഇപ്പോൾ 4-5 തവണയൊക്കെ IVF ചെയ്ത് ഫെയിലിയർ ആയിട്ട് IUI പോലെയുള്ള ചികിത്സകളൊക്കെ ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുക്കുമ്പോൾ അവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എത്ര IUI ചെയ്തിട്ടുണ്ട്? അപ്പോൾ അവർ പറയും, അതറിയത്തില്ല ഡോക്ടർ, അത്രത്തോളം ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. അത്രത്തോളം ട്രീറ്റ്മെൻറ്റുകളും ചെയ്ത് അതിൻ്റെതായ സൈഡ് എഫക്ട്സ് അവരുടെ ദേഹത്ത് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു കെട്ട് റിപ്പോർട്ട്സുമായിട്ടാണ് അവരിവിടെ ഞങ്ങളുടെ അടുത്ത് വരാറുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഇവർ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ റിപ്പോർട്ട്സ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ വിശദമായിട്ട് ആയുർവേദ രീതിയിലാണ് കേസ് എടുക്കുന്നത്. കേസ് എടുത്തതിന് ശേഷം സ്ത്രീക്കാണോ പുരുഷനാണോ ആർക്കാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് ആ കാരണത്തെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ആ കാരണത്തെയാണ് നമ്മളിവിടെ ചികിത്സിക്കുന്നത്. അപ്പൊ നമ്മൾ ആയുർവേദമാണെന്ന് കരുതി കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണോ നമ്മൾ ഒരാളെ ടെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ടാക്കി അത് കഴിഞ്ഞിട്ടേ നമ്മൾ മരുന്ന് കൊടുക്കാറുള്ളൂ. അതെ, എല്ലാ റിപ്പോർട്ട്സും നമ്മൾ നോക്കിയതിന് ശേഷം എന്ന് വെച്ചാൽ ഹോർമോൺസിന്റെ ഒത്തിരി ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഇപ്പം ലേഡീസിനെ സംബന്ധിച്ചാണെങ്കിലും പീരിയഡ്സ് റെഗുലർ ആണെങ്കിൽ പോലും ചിലപ്പോൾ അവർക്ക് ഓവുലേഷൻ നടക്കത്തില്ല, എന്ന് വെച്ചാൽ അണ്ടവിസർജനം നടക്കത്തില്ല. ചിലവർക്ക് അണ്ടം വളർന്നു വരും, പക്ഷെ അത് റപ്ചർ ആവത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫോളിക്കുലർ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. അത് ഓരോ ട്രീറ്റ്മെൻറ്റ് ഓരോ രീതിയിലാണ്, ഓരോ പേഷ്യൻറ്റിനും പല തരത്തിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ അവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടും അവരുടെ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ട്രീറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പം PCOD ഉള്ള എല്ലാ ആൾക്കാർക്കും ഒരേ ട്രീറ്റ്മെൻറ്റ് അല്ല നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം PCOD ഒക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത് ലീൻ PCOD, ഒബീസ് PCOD എന്ന് വെച്ചാൽ വണ്ണം ഉള്ളവരിൽ വരുന്നതും മെലിഞ്ഞവരിൽ വരുന്നത്, അവർക്ക് രണ്ടുപേർക്ക് 2 തരത്തിലെ ട്രീറ്റ്മെന്റാണ് കൊടുക്കുന്നത്. ഇവിടെ വന്ന് റിസൾട്ട് കിട്ടിയവരുടെ വീഡിയോ എടുത്ത തീരത്തില്ല. അടുത്ത ആളെ പരിചയപ്പെടാം. പേരെന്ത് വരുന്നത്? ദിലീപ്. എന്ത് ചെയ്യുന്നു? ഓട്ടോ ഡ്രൈവറാ. ഓടിക്കുക. അപ്പൊ എത്ര വർഷമായിരുന്നു? 13 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട്. 13 വർഷം കൊണ്ടും ചികിത്സയായിരുന്നു. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് ആയുർവേദം കഴിച്ച് പലയിടത്തും പോയി. 13 വർഷമായിട്ട് പല സ്ഥലങ്ങളിൽ പോയ ഒരാളാണ്. 1.5 മാസത്തെ ട്രീറ്റ്മെന്റ് ആയപ്പോഴത്തേനും പ്രഗ്നന്റ് ആയി. വൈഫ് 1.5 മാസം 45 ദിവസം ആയപ്പോഴത്തേനും. 13 വർഷം കൊണ്ട് പലയിടത്തും പോയിട്ട് 1.5 മാസം കൊണ്ട് ഇവിടെ റെഡിയായി. എന്റെ പേര് സൗമ്യ. നല്ല സന്തോഷത്തിലാണ്. ഭയങ്കര സന്തോഷം. കാരണം പലയിടങ്ങളിൽ പോയി, ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. ഞങ്ങൾ ഒരു ഉറച്ച വിശ്വാസത്തിൽ ഇവിടെ വന്ന് ഞങ്ങൾക്ക് 1.5 മാസത്തെ ട്രീറ്റ്മെന്റ് ഞങ്ങൾക്ക് ഒരു പൊന്നുമോളെ തന്നെ വന്നു. ഡോക്ടറെ, വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നവര്? അല്ല, വരുമ്പോൾ സൗമ്യ ഭയങ്കര വിഷമത്തിൽ വന്ന ഒരു കപ്പിളാണ്. പക്ഷെ പിന്നെ നമ്മൾ പറഞ്ഞ കണക്കെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. മെഡിസിൻ അധികം കഴിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ മെഡിസിന് വേണ്ടി 2ാമതോ 3ാമതോ എന്തോ വന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞ് കാർഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തപ്പോഴാണ് പോസിറ്റീവ് ആയത്. ഈ 15, 20, 30, 25 വർഷമൊക്കെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഇവരോടെല്ലാം പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പോൾ കുട്ടികളെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ അറിയാമല്ലോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് പലരും ജീവിക്കുന്നത്. അങ്ങനെ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്താൽ ഒത്തിരി ആൾക്കാർക്ക് ഉപകാരപ്പെടും. ഡോക്ടർ, ഇവിടെ ഈ സ്ത്രീക്കും പുരുഷനും പ്രത്യേകമായിട്ട് ചികിത്സയുണ്ടോ? വന്ധ്യതാ ചികിത്സയിൽ സത്യം പറഞ്ഞാൽ 90% കപ്പിൾസിൽ 2 പേർക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഇവിടെ പുരുഷ വന്ധ്യതയ്ക്കായിട്ട് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ സേവനം ഇവിടെ ഉണ്ട്. പിന്നെ ഈ പുരുഷ വന്ധ്യതയിൽ കോമൺ ആയിട്ട് കാണുന്ന ബീജങ്ങളുടെ കൗണ്ടിൻ്റെ കുറവ്, ക്വാളിറ്റിയിൽ കുറവ്, പിന്നെ DNA ഫ്രാഗ്മെന്റേഷൻ ഇൻഡെക്സ് കൂടുതലായിട്ടുള്ളവർ, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ഫലപ്രദമായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ് ഇവിടെ ലഭ്യമാണ്. നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഇവിടെ വന്ന് 2 കുഞ്ഞുങ്ങളായ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. ഡോക്ടറെ നമസ്കാരം. ശരിക്കും ഇവരെ എവിടെ ഉള്ളവരാ? ഇവര് കായംകുളത്ത് തന്നെ ഉള്ളതാണ്. ഇവരുടെ 2 മക്കളും ഞങ്ങളുടെ ട്രീറ്റ്മെന്റിലൂടെയാണ്. ഈ 2 പേരും? അതെ, 2 പേർക്കും. ഡോക്ടറെ, ഇവര് വന്നിട്ട് എത്ര നാളായിരുന്നു ആദ്യം?
ഇവര് കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ വന്നതാണ്. കാരണം എൻഡോമെട്രിയോസിസ് ഉണ്ടായിരുന്നു. അപ്പോൾ ലാപ്രോസ്കോപ്പി എല്ലാം ചെയ്ത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് അവർ ശ്രമിച്ചിട്ടാവാത്തപ്പം പിന്നെ ആയുർവേദത്തിലേക്ക് വന്നതാണ്. അതിന്റെ ഫയലുകളായി സാധനം ഫയൽസ് എല്ലാ പേഷ്യൻസിന്റെ എല്ലാ ഫയൽസും നമ്മൾ സൂക്ഷിക്കാറുണ്ട്. വെക്കുന്നുണ്ട്. അപ്പോൾ പേരെന്തുവായിരുന്നു? സുചിത്ര. ആണോ? എത്ര കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം? കല്യാണം കഴിഞ്ഞിട്ട് 6 കൊല്ലം. കാര്യം എനിക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് കല്യാണത്തിന് മുമ്പേ അറിയാം. ആ. ഓ ഹോ ഹോ ഹോ. ഞാൻ സർജറി ലാപ്രോസ്കോപ്പി കഴിഞ്ഞിട്ടായിരുന്നു എൻ്റെ കല്യാണമൊക്കെ തന്നെ. ഓ ശരി 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 ശരി. അതുകൊണ്ട് നമുക്കറിയാം. അപ്പം നമ്മൾ ആദ്യമേ അതുകൊണ്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടിയാവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഉണ്ടല്ലോ ഈ സംഭവം, അതുകൊണ്ട് ആവുന്നില്ല. പിന്നെ എൻഡോമെട്രിയോസിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ലെന്ന് അലോപ്പതിയിൽ പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് പോയിട്ടും കാര്യമില്ല. അങ്ങനെയാ പിന്നെ ഡോക്ടേഴ്സിനെ സമീപിച്ചത്. അപ്പൊ രണ്ടാമത്തെ ആളെയും ഇവിടെ തന്നെ? രണ്ടാമത്തെ ഇത് തന്നെയാ, ഇവിടെ തന്നെയാ. കാര്യം ആദ്യത്തത് ഇവിടെ ആണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് രണ്ടാമത്തെ ആയപ്പോഴത്തേക്കും PCOD ഉണ്ടായിരുന്നു, എൻഡോമെട്രിയോസിസ് മാത്രമല്ല. അപ്പൊ പിന്നെ കോംപ്ലിക്കേഷൻ കുറച്ചുകൂടെ കൂടിയല്ലോ. ഒത്തിരി പൈസ ആയിട്ടുണ്ടോ? ഇല്ല. കാര്യം സാധാരണ ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കര റേറ്റ് ഉള്ള കൂട്ടത്തിൽ. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ അത്രയും റേറ്റ് ഒന്നും ആയിട്ടൊന്നുമില്ല. നമ്മൾക്ക് ഒതുങ്ങുന്ന, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള പൈസ ആയിട്ടുള്ളൂ. ഈ സന്തോഷമാണ് നമുക്ക് വേണ്ടത്. ഇത് കണ്ടില്ലോ. ശരിക്കും പേരെന്തുവായിരുന്നു? എൻ്റെ പേര് ആദർശ്. സ്ഥലം ഈ പറഞ്ഞ പോലെ എന്ത് വർക്ക് ചെയ്യുന്നത്? ഞാൻ ആർമിയിലാണ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ളതിൽ ഒരു എല്ലാവരും പറയാറുണ്ട് ഇവിടെ വന്നിട്ട് സ്വന്തം വീട് പോലാന്നുള്ളത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലെ തന്നെയാണ് നമ്മൾ പെരുമാറുന്നത്. നമ്മൾ ആയുർവേദത്തിൽ ഇപ്പൊ എല്ലാവർക്കും ഉള്ളിൽ മരുന്ന് കഴിച്ചിട്ട് മാത്രം അസുഖം ഭേദമാകില്ല. അപ്പൊ ആ അസുഖത്തിന്റെ ക്രോണിസിറ്റി അനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റിൽ വ്യത്യാസം വരുത്താറുണ്ട്. സ്ത്രീകളിൽ വരുന്ന എൻഡോമെട്രിയോസിസ് പോലെയുള്ള അസുഖങ്ങൾ, അണ്ടത്തിന്റെ ക്വാളിറ്റി കുറവ്, AMH കുറവ്, ഫൈബ്രോയിഡ്, അങ്ങനെയുള്ള കണ്ടീഷൻസിലെല്ലാം നമ്മൾ പഞ്ചകർമ്മ തെറാപ്പി അത്യാവശ്യമാണ്. പഞ്ചകർമ്മയിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന വസ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ വസ്തി ട്രീറ്റ്മെന്റിൽ തന്നെ പല തരത്തിലെ വസ്തികളുണ്ട്. എന്ന് വെച്ചാൽ പല അസുഖങ്ങൾക്ക് പല വസ്തികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ എൻഡോമെട്രിയോസിന് ഒരാൾക്ക് ഒരു വസ്തിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും എൻഡോമെട്രിയോസിസ് ഉള്ള മറ്റൊരു സ്ത്രീക്ക് നമുക്ക് അത് കൊടുക്കാൻ പാടില്ല. കാരണം അവരുടെ അസുഖത്തിനനുസരിച്ചിട്ട് അവരുടെ ശരീരത്തിലെ സിംറ്റംസും റിസൾട്ടും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ വേറൊരു വസ്തിയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ മെയിൻ ആയിട്ട് ഈ ക്വാളിറ്റി ഓഫ് എഗ് കുറവ്, AMH കുറവുള്ള കണ്ടീഷനിൽ ഉത്തരവസ്തി എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. കേരളത്തിൽ അങ്ങനെ അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അല്ല. പക്ഷെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് അത് ചെയ്യുന്നത്. അതിന് വളരെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങളെ പോലും ഞെട്ടിച്ചുകൊണ്ടിട്ടുള്ള റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ 40+ ആയിട്ടുള്ള ലേഡീസിന് പോലും AMHൽ നല്ലൊരു ചേഞ്ച് ഞങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട്. അതിൽ മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെയാണോ? അത് നമ്മൾ പഞ്ചകർമ്മയ്ക്ക് ഉപയോഗിക്കേണ്ട മരുന്നുകൾ കഴിയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കാനാണ് ശ്രമിക്കാറുള്ളത്. എന്ന് വെച്ചാൽ ഈ ഉത്തരവസ്തി ചെയ്യുന്നത് ഞങ്ങളുടേതായ ഒരു തൈലം വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിനകത്തൊക്കെ എള്ള് നമ്മൾ വരുത്തിച്ചിട്ട് ചക്കിലാട്ടിയ എണ്ണ എടുത്താണ് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. എല്ലാവർക്കും ആ തൈലം ആയിരിക്കും ഉപയോഗിക്കുന്നത്, പക്ഷെ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അത് കണക്ക് നെയ്കളാണെങ്കിൽ പോലും നാടൻ പശുവിന്റെ പാല് വെച്ചിട്ടാണ് നമ്മൾ ആ നെയ്കളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എഫക്റ്റ് ഞങ്ങൾക്ക് പേഷ്യൻസിൽ നന്നായിട്ട് കിട്ടാറെന്ന് വെച്ചാൽ മാക്സിമം ക്വാളിറ്റി ഉള്ള മെഡിസിൻസ് പേഷ്യൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ആയിരത്തിൽ പരം കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവാനുള്ള കാരണം തന്നെ അതാണ്. അപ്പൊ ആദ്യം തന്നെ പ്രജിനെ നമ്മൾ പറഞ്ഞു 1000 കുട്ടികളുടെ അമ്മയെന്ന്, 1000-ൽ കൂടുതൽ കുട്ടികളുടെ അമ്മയെന്ന്. അപ്പൊ ഇതാണ് കാര്യം. പ്രജിനെ റിസൾട്ട് കിട്ടിയവരുടെ വീഡിയോ തീരത്തിലെങ്കിലും അടുത്ത ആളെ പരിചയപ്പെടാം. പേര് രാജീവ്. സ്ഥലം നെടിയവിള. ശരിക്കും എത്ര വർഷമായിട്ടാ? ഞങ്ങൾ 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലായിരുന്നു. പല പല ഹോസ്പിറ്റലിലും നമ്മൾ കയറി ഇറങ്ങി നടന്നു. അത് കഴിഞ്ഞൊരു 7 മാസത്തെ ട്രീറ്റ്മെൻറ്റ് നമ്മളടുത്ത് കൃത്യമായിട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അവർ ഞങ്ങൾ രണ്ടുപേരും കൃത്യമായിട്ട് വന്നു, മരുന്നും കാര്യങ്ങളെല്ലാം സ്വീകരിച്ചു, കറക്റ്റായിട്ട് കഴിച്ചു. 7 മാസം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് പോസിറ്റീവായിട്ട് അറിഞ്ഞു. ഭയങ്കര ജീവിതത്തിൽ ഇതുവരെ അറിയാൻ വയ്യാതൊരു സന്തോഷമായിരുന്നു. ജോലി എന്തുവായിരുന്നു? ഞാൻ ഇപ്പോൾ പഞ്ചായത്ത് വർക്ക് ചെയ്യുന്നു, മൺട്രോത്തുരുത്ത് പഞ്ചായത്ത്. അടിപൊളി സ്ഥലമാണ്, നല്ല ക്ലൈമറ്റ് ഉള്ള സ്ഥലമാണ്. ഇത് രോഹിണിക്ക് PCOD ആയിരുന്നു. അപ്പോൾ ഇറഗുലർ പീരീഡ്സ് ആയിരുന്നു. അപ്പോൾ അത് ആദ്യം കറക്റ്റ് ചെയ്തിട്ട് പിന്നാണ് നമ്മൾ ഫോളിക്കുലർ സ്കാനൊക്കെ ചെയ്തിട്ട് പിന്നെ ഓവുലേഷൻ കറക്റ്റ് ചെയ്ത് അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നെ എന്നിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ രോഹിണി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, രണ്ടുപേരും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് മെഡിസിൻ കഴിച്ചു കേട്ടോ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ മെഡിസിൻ അത് കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ പറയുന്ന പോലെ തന്നെ. ഇപ്പോൾ എല്ലാ സൈക്കിളും ഒരേ മെഡിസിൻ ആയിരിക്കില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് മെഡിസിൻ കഴിച്ചു, ഡയറ്റ് നോക്കി, വെയിറ്റ് കുറച്ച് വളരെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു രണ്ടുപേരും. മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാനായാലും വളരെ പ്രോപ്പറായിട്ട് ആ മെഡിസിൻ തീരുമ്പോൾ തന്നെ ഇവരും അത് വാങ്ങിയിട്ട് പോകുമായിരുന്നു. അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ അല്ലാതെ വേറെ എന്തെങ്കിലും? വേറെ എല്ലാത്തരം ചികിത്സകളും നമ്മളിവിടെ ചെയ്യാറുണ്ട്. വാദസംബന്ധമായ അസുഖങ്ങൾക്കും, കഴുത്തുവേദന, മുട്ടുവേദന, നടുവേദന, പിന്നെ സ്കിൻ ഡിസീസുകൾ, അങ്ങനെ എല്ലാ തരം ആയുർവേദ ചികിത്സകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇൻഫെർട്ടിലിറ്റിയിലാണ്, അത് വന്ധ്യതയ്ക്കാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഡോക്ടറെ, അപ്പൊ ഇത്ര വലിയ സെറ്റപ്പ് ഒക്കെ ആകുമ്പോഴേ റേറ്റ് കൂടുതലായിരിക്കുമല്ലോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു സാമ്പത്തിക ലാഭം നോക്കി ചെയ്യുന്ന ഒരു സ്ഥാപനമേ അല്ല ഇത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒത്തിരി വർഷം കൊണ്ട് ഈ വന്ധ്യത അനുഭവിക്കുന്നവരുടെ ദുഃഖം കണ്ടിട്ടുള്ളത് കൊണ്ട്
അവരുടെ കൂടെ ഞങ്ങളും ആ ദുഃഖത്തിൽ സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ അത് കാരണം ഒരു കാരണം വെച്ചാൽ ഒരു കഴുത്തിറക്കുന്ന ഒരു റേറ്റ് ഞങ്ങൾ അവരിൽ നിന്നൊന്നും വാങ്ങിക്കാറില്ല. ഡോക്ടർ വീഡിയോ എല്ലാം കണ്ടു ഇവിടെ വരേണ്ടവര് ഇത് നമ്മുടെ ചെന്നൈത്ത് ആയുർവേദ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് കൃഷ്ണപുരം എന്നുള്ള സ്ഥലത്താണുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അത് www.chenlaith.com. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റാ പേജുമുണ്ട്, ചെന്നൈത്ത് ആയുർവേദയാണ്. പിന്നെ അതിനകത്തെല്ലാം നമ്മുടെ പേഷ്യൻസിന്റെ ടെസ്റ്റിമോണിയൽസും റിവ്യൂസും എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഇവിടെ വരേണ്ടവർ വീഡിയോയിൽ നമ്പറുണ്ട്, കമന്റ് ബോക്സിൽ നമ്പറുണ്ട്, വിളിച്ചിട്ട് ഇനി പോന്നാൽ മതി.